നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ, തനിമ സ്പെഷ്യൽ ന്യൂസ്. പുണ്യപുരാതനവും ചരിത്രപ്രസിദ്ധവുമായ പേയാട് ചിറത്തല ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും ശിവരാത്രി മഹോത്സവവും 15, 16, 17 തീയതികളിൽ നടന്നു. പ്രസിദ്ധമായ പേയാട്ടപ്പന് പൊങ്കാല അർപ്പിക്കാനായി നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നത്. നമസ്കാരം, എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. ഞാൻ ചിറത്തല ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ നിലവിലെ പ്രസിഡൻ്റാണ്. വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ചിറത്തല ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള അമ്പലക്കുളം, ഈ അമ്പലക്കുളത്തിൻ്റെ കരയിൽ മുൻപ് ഒരു ആൽത്തറയും പനയുമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കുളത്തിനെ പറ്റിയും ആ പനയും തറയും വന്നതിനെയൊക്കെ പറ്റി ഐതിഹ്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. നമുക്കൊക്കെ കേട്ടുകേഴ്വിയുള്ളതിനേക്കാൾ വളരെ മുൻപേ ഉള്ള കാര്യമാണ്. ഈ കുളം നവീകരിക്കുന്ന സമയത്ത് അതിൻ്റെ കരയിൽ നിന്ന് ഈ പന മുറിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടന്നുവെന്നും, എത്ര ശ്രമിച്ചിട്ടും ആ പന മുറിക്കാൻ കഴിഞ്ഞില്ല എന്നും, പന മുറിക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നവർക്കൊക്കെ ചില അനിഷ്ടങ്ങളൊക്കെ സംഭവിക്കുകയും ഒടുവിൽ അങ്ങനെ ജ്യോത്സ്യരെ കണ്ട് പ്രശ്നം വച്ചപ്പോൾ ആ പന മുറിക്കാൻ പാടില്ല, ദേവസാന്നിധ്യമുള്ളതാണ് എന്നറിയിക്കുകയും അങ്ങനെ ആ കുളത്തിൻ്റെ പണിയുടെ കോൺട്രാക്ട് എടുത്തിരുന്ന ആൾ തന്നെയാണ് അതിൻ്റെ ചുറ്റും തറ കെട്ടി വിളക്ക് കൊളുത്തുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കിയത് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതിനുശേഷം വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ ആ പനയുടെ ചുവട്ടിലുള്ള വിളക്കിൽ അന്തിത്തിരി കൊളുത്തി വരുമായിരുന്നു. പിന്നെ ഒരു 10-20 വർഷം മുൻപ് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. ഈ കുളത്തിൽ ഒരു കുഞ്ഞ് വീണ്, അടുത്ത് താമസിക്കുന്ന ഒരാളിൻ്റെ തന്നെ ഒരു കുഞ്ഞ് വീണ് മരിക്കാനിടയായി. ആ സമയത്ത് പെരുമ്പഴുതൂര് ഗോപാലൻ ആശാനെ കൊണ്ട് താമ്പൂല പ്രശ്നം വയ്പ്പിച്ചു. അപ്പോൾ ദേവസാന്നിധ്യം വളരെ ശക്തമാണ്, ഭഗവാന് ഒരു ആലയം അല്ലെങ്കിൽ ഇരിപ്പിടം ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുളത്തിൻ്റെ കരയിൽ അന്ന് ചെറിയ രീതിയിൽ ഒരു അമ്പലമായിട്ട് പണിയുകയും പിന്നീട് വീണ്ടും ദേവപ്രശ്നം നടത്തി അതിൽ തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രം ഇത്രയും മഹത്തായ രീതിയിൽ ഒരു മഹാശിവക്ഷേത്രമായിട്ട് തന്നെ ഇത് മാറിയിട്ടുള്ളത്. മഹാശിവലിംഗ പ്രതിഷ്ഠയാണ് നടത്തിയിട്ടുള്ളത്. അരയാക്കീഴില്ലം കേശവൻ നമ്പൂതിരിയാണ് ക്ഷേത്രത്തിൻ്റെ തന്ത്രി. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് നടത്തിയിട്ടുള്ളത്. ഈ പനയുടെ മുകളിൽ സർപ്പത്തിൻ്റെയൊക്കെ സാന്നിധ്യം മുൻപ് കണ്ടിട്ടുള്ളതായിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. നാഗദേവതയുടെയും ശക്തമായ സാന്നിധ്യം ഇവിടെ ഉണ്ട്. മുൻപ് കളമെഴുത്തും പാട്ടും നടക്കുന്ന സമയത്ത് ഈ കുളത്തിൽ നാഗരെ കണ്ട ഒരുപാട് പേരുണ്ട്. അങ്ങനെ ജനത്തിന് ഒരുപാട് വിശ്വാസവും വിളിച്ചാൽ വിളി കേൾക്കുന്ന ഭഗവാനാണ് ചിറത്തല മഹാദേവൻ എന്നുള്ളത് ജനത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞ കാര്യമാണ്. ദേവീ സാന്നിധ്യമുണ്ട്, ഗണപതിയുടെ സാന്നിധ്യമുണ്ട്, നാഗരുടെ, ഈ 4 മൂർത്തികളെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഈ നാടിൻ്റെ മുഴുവൻ ഐശ്വര്യത്തിനും വികസനത്തിനും നിദാനമായിരിക്കുന്നത് മഹാദേവനാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും. പേയാട്ടപ്പനായിട്ട് അദ്ദേഹം അറിയപ്പെടുന്നു. എല്ലാവരുടെയും ക്ഷേമ ഐശ്വര്യങ്ങളെ ഭഗവാൻ കാത്തുരക്ഷിക്കുന്നു, ആയുരാരോഗ്യ സൗഖ്യം നൽകുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കും. നമസ്കാരം, ഞാൻ ഈ ക്ഷേത്രത്തിൻ്റെ നിലവിലെ സെക്രട്ടറിയാണ്. പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് സാക്ഷ്യങ്ങളുമുള്ള ഒരു അമ്പലമാണ് നമ്മുടേത്. ഇന്നിപ്പോൾ പേയാട്ടപ്പനായിട്ട് അദ്ദേഹം ഇവിടെ കുടികൊള്ളുകയാണ്. ഈ പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്രദേശം കിടന്നത് വെച്ച് നോക്കുമ്പോൾ ഇന്നിപ്പോൾ ഉണ്ടായ വികസനത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ, അത് നമ്മുടെ ചിറത്തല മഹാദേവനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഗ്രഹം ഞങ്ങൾ എല്ലാ പേർക്കും, ഇവിടെ നിൽക്കുന്ന നാട്ടുകാർക്കായാലും പ്രവർത്തകർക്കായാലും ആ ഒരു അനുഭവം നേർസാക്ഷ്യമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിവിടെ വരുന്ന എല്ലാവർക്കും അത് കാണാൻ പറ്റും. ഒരുപാടൊന്നും പറയാനില്ല. എന്തായാലും എല്ലാ പേർക്കും ചിറത്തല മഹാദേവന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊങ്കാല ദിവസമായ ഇന്ന് വിട്ടിയം ക്ഷേത്രത്തിൽ നിന്നും ഭഗവതി എഴുന്നള്ളി പേയാട്ടപ്പനെ വന്ന് കാണുന്ന ചടങ്ങും ഉണ്ടായിരുന്നു.